ഡിസംബർ 26 എടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡുങ്കുടുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാൻ എഴുന്നേറ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം പാല് കാച്ചി വെക്കുക, ചായ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ. ഗിഫ്റ്റ് എല്ലാം പാക്കിംഗ് തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. തലതിരിച്ച് വെച്ചിരിക്കുന്ന ഇത് വേറൊന്നുമല്ല, അത് സച്ചുവിന് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച വൈകുന്നേരം ആയതുകൊണ്ട് അന്നേരം കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് മാറ്റി വെച്ചു. ഡുങ്കുടുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഡുങ്കുടു അറിയാതെ സച്ചു എഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് ആ കണ്ടത്. പിന്നെ അവിടെ നിന്ന് നേരെ അമ്മേനെ വിളിക്കാൻ വേണ്ടി അവളും പോയി. ഞാൻ നേരെ സനോനെയും വിളിച്ചെണീപ്പിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് പോയി ഡുങ്കുടുവിനെ എണീപ്പിച്ച് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി എന്താ പറയുക, നമ്മുടെ വീട്ടിൽ പിള്ളേരുടെ 2 പേരുടെ ബർത്ത്ഡേയുടെ മോർണിംഗ് ഒക്കെ ഇങ്ങനെയായിരിക്കും കേട്ടോ മിക്കവാറും ഉണ്ടാവുക. എല്ലാവരും പതുക്കെ എഴുന്നേൽക്കുന്നു, അവരെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യിപ്പിച്ച് എണീപ്പിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. എല്ലാവർക്കും ഒരു സന്തോഷം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ താഴെ വന്നിട്ടുണ്ട്. താഴെ ഞാൻ അന്നേരം ഗിഫ്റ്റൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടോ. അവൾ വിചാരിക്കട്ടെ ഗിഫ്റ്റ് ഇല്ലെന്ന് വിചാരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം അവൾ ഇടക്കിടക്ക് പറഞ്ഞു, അമ്മ ഗിഫ്റ്റ് വാങ്ങണ്ടേ, ഞാൻ പറയാം എന്താ വാങ്ങണ്ടേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തോന്നട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വലിയ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. നേരെ വന്ന് കാർഡ്സും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ സച്ചു ഉണ്ടാക്കിയ കാർഡ്സാണ് കേട്ടോ. പിന്നെ അവൾ ക്രാഫ്റ്റ് പോലെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അവൾ തന്നെ അടുത്തിരുന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കണം, ഇത് ഇന്നതാണ് അങ്ങനെയാണെന്നൊക്കെ. പിന്നെ ഒരു കാർഡ് നമ്മുടെ ഭാഗത്തു നിന്നായിട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വായിച്ച് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കണ്ടേ. അപ്പോൾ അമ്മ ആദ്യം ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അമ്മ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ പൊളിച്ച് നോക്കണമല്ലോ. അപ്പോൾ ഇവളുടെ തലയിൽ മുഴുവൻ അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ അതിനിടയിൽ ഞാൻ വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സച്ചിന് കൊടുക്കാനുള്ള റിട്ടേൺ ഗിഫ്റ്റിൻ്റെ ഇതെടുത്ത് അവളുടെ ബാക്കിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ടോ. എന്നിട്ട് സച്ചിനോട് വേഗം പോയിട്ട് വേറൊരു ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പിലാണ് ഞാൻ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചത്. ഇത് അവൾ ആക്ച്വലി കാർട്ടിലിട്ട് വെച്ചിരുന്ന ബുക്കാണ് കേട്ടോ. അപ്പോൾ അത് അവൾക്ക് കിട്ടിയപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇതും ആക്ച്വലി അവൾ കാർട്ടിലിട്ട് വെച്ചതാണ്. പക്ഷെ അത് വാങ്ങുമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധനമായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, സർപ്രൈസ് സാധനം അവളുടെ മുഖത്ത് കാണാനും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതെന്താ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പറയാനൊന്നും എനിക്കറിയില്ല. അഡ്വൻറ്റ് കലണ്ടർ പോലത്തെ ഒരു സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോ കുഞ്ഞു ടോയ്സ് കാണുന്ന രീതിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സച്ചിനുള്ള റിട്ടേൺ ഗിഫ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതും വേഗം പൊട്ടിച്ച് നോക്കണമല്ലോ. പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ വെച്ചിരുന്ന ബണ്ണി വേഴ്സസ് മങ്കിയുടെ ബുക്കാണ്. സച്ചിൻ്റെ ഫേവറേറ്റ് ബുക്കാണ് കേട്ടോ ബണ്ണി വേഴ്സസ് മങ്കി. അപ്പോൾ അതവൾക്ക് അതിൻ്റെ എല്ലാ കളക്ഷൻസും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് അവളുടെ. അപ്പോൾ എല്ലാ ഇല്ലാത്ത കളക്ഷൻസ് ഒരെണ്ണം നോക്കിയിട്ട് അതും വേഗം ഓർഡർ ചെയ്യുക ചെയ്തത്. പിന്നെ ഇതൊരു കുട്ടി ഗിഫ്റ്റ് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി പേഴ്സണൽ ആയതുകൊണ്ടും അവൾക്കത് വീഡിയോയിൽ കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ദോശയും ചട്നിയും ഒക്കെ ഉണ്ടാക്കി, അതുപോലെ ലഞ്ച് ബോക്സും എല്ലാം വേഗം പാക്ക് ചെയ്ത് വെച്ച് പിള്ളേരെ വേഗം കഴിപ്പിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് ചോക്ലേറ്റ്സ് ഡുങ്കുടിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നേരത്തെ കാണിച്ചത് മുടി ഇങ്ങനെ കെട്ടി വെച്ചത്, ഇതുപോലെ കേളാവാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. വൈകുന്നേരത്തെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം മറ്റൊരു വീഡിയോയിലോട്ട് കാണിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഒരു വീഡിയോ ലെങ്തി ആയിപ്പോവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.